ോട് വന്ന് പറഞ്ഞു, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കണേ, എനിക്കിന് തൗബയുണ്ടോ? മുർത്തദ്ദായിരിക്കുന്നു, ഇസ്ലാമിലേക്ക് തിരിച്ചു വരണം, എന്നെ അല്ലാഹു സ്വീകരിക്കുമോ? ആ ഒരു ചോദ്യം ചോദിച്ചപ്പോഴാണ് സൂറത്ത് ആലു ഇംറാനിലെ നമ്മൾ ആദ്യത്തിൽ ഓതി വെച്ച 86-ാമത്തെ ആയത്ത് മുതൽ 89-ാമത്തെ ആയത്ത് വരെയുള്ള ആയത്തുകൾ ഇറങ്ങുന്നത്. ആ സ്വഹാബിയുടെ വിഷയത്തിന്റെ മറുപടിയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൈഫ യഹ്ദില്ലാഹു ഖൗമൻ കഫറൂ ബഅദ ഈമാനിഹിം. വിശ്വാസം എന്താണെന്ന് ബോധ്യപ്പെട്ടതിനു ശേഷം അല്ലാഹു ഇല്ലെന്ന് പറയുകയോ, വിശുദ്ധ ഖുർആൻ തെറ്റാണെന്ന് പറയുകയോ, പുണ്യനബിയുടെ ബഅസത്തും അവിടുത്തെ നുബുവത്തും നിഷേധിക്കുകയോ ചെയ്ത ആളുകൾക്ക് എങ്ങനെയാണ് അല്ലാഹു മാർഗദർശനം നൽകുക? മനഃപൂർവ്വം നിഷേധിച്ചവരല്ലേ അവർ. വശഹിദൂ അന്നർ റസൂല ഹഖ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ഹഖായ നബിയാണെന്ന് അവർ സാക്ഷ്യം വഹിച്ചവരുമാണ്. എന്നിട്ട് ദീനിന്ന് പുറത്തുപോയവർ. വജാഅഹുമുൽ ബൈനാത്ത്. ഈ ദീന് സത്യമാണെന്ന് ബോധ്യപ്പെടുത്തുന്ന വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും അവർക്ക് വന്നു കഴിഞ്ഞുവല്ലോ. അങ്ങനെ അല്ലാഹുവിനെ വേണ്ടെന്ന് പറഞ്ഞു പോയവർക്ക് എങ്ങനെ ഹിദായത്ത് ലഭിക്കാനാണ്? വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. സ്വന്തം ശരീരങ്ങളോട് അതിക്രമം ചെയ്തവർക്ക്, തിന്മകളുടെ മാർഗം തിരഞ്ഞെടുത്തവർക്ക് അല്ലാഹു ഹിദായത്ത് കൊടുക്കുകയില്ല. മതനിഷേധത്തിന്റെ ഒരു അടിസ്ഥാന ചിന്തയാണ് ഖുർആനി പറയുന്നത്. വാലിമീൻ, അക്രമം എന്ന് പറയുന്നത് സ്വന്തം ശരീരത്തോടുള്ള അക്രമം. എന്താണത്? അവർക്ക് കള്ളുടിക്കണം, അവർക്ക് ജെൻഡർ ന്യൂട്രലാലിറ്റി വേണം, അവർക്ക് എല്ലാവരും മൃഗങ്ങളെ പോലെ ജീവിക്കണം. മൊറാലിറ്റി എന്ന് പറയുന്ന സംഭവമൊന്നുമില്ല, അതൊക്കെ വെറുതെ ഉണ്ടാക്കിയതാണ്, നമുക്ക് അങ്ങനെയൊന്നും ആലോചിക്കേണ്ട, എല്ലാ ആണും പെണ്ണും എല്ലാവർക്കും ഉള്ളതാണ്. ഇങ്ങനെയൊക്കെയുള്ള പച്ചയായ മൃഗവാദം പറയാ, അതാണ് ളാലിം. അവർക്കൊന്നും അല്ലാഹു ഹിദായത്ത് കൊടുക്കൂല. സ്വന്തം ശരീരത്തിന് അടിമകളായില്ലേ. ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. സ്വന്തം ശരീരത്തിന് തോന്നുന്നതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കേ, എന്നിട്ട് അല്ലാഹു ഹിദായത്ത് കൊടുക്കണമെന്ന് പറയേ. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. ദൈവനിഷേധം ചെയ്തവർക്ക് എന്താണ് കിട്ടുന്നത്? ഇവിടെ ചില സംഘടനകളുടെ സപ്പോർട്ട് കിട്ടും, അവർക്ക് കുറച്ച് ഫേസ്ബുക്ക് ലൈക്കും ഷെയറും കിട്ടിയേക്കാം, അങ്ങനെയൊക്കെ വല്ല കമന്റ് ഒക്കെ പറയുമ്പോൾ. ഉലൈക ജസാഉഹും അന്ന അലൈഹിം ലഅനത്തുല്ലാഹി വൽ മലായിക. അല്ലാഹുവിന്റെയും അവന്റെ മലക്കുകളുടെയും ശാപം അവർക്കുണ്ട്. കഴിഞ്ഞില്ല. വന്നാസി അജ്മഈൻ. മുഴുവൻ ജനങ്ങളുടെയും ശാപമുണ്ടവർക്ക്. അല്ലാഹുവേ, എത്ര വലിയ ഗുരുതരമായ പടുകുഴിയിലേക്കാണ് റബ്ബേ നിരീശ്വരവാദം കൊണ്ടെത്തിക്കുന്നത് എന്ന് ആലോചിക്കുക. ഖാലിദീന ഫീഹാ ലാ യുഖഫഫു അൻഹുമുൽ അദാബു വലാ ഹും യുൻറൂൻ. ശാശ്വതമായ ശിക്ഷയും അവർ അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് അല്ലാഹു ഒരു കാര്യം പറയാൻ പോകുകയാണ്. അതാണ് ഈ സ്വഹാബിയുടെ വിഷയത്തിൽ അല്ലാഹുവിന്റെ പരിഹാരം, അല്ലാഹു നൽകുന്ന വിധി അതാണ്. ഇല്ലല്ലദീന താബൂ മിൻ ബഅദി ദാലിക വഅസ്ലഹൂ ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം. ദൈവനിഷേധത്തിലേക്ക് പോവുകയും എന്നാൽ തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്തവരൊഴികെ. അങ്ങനെ പറഞ്ഞു പോയിരുന്നു, അങ്ങനെ തെറ്റിദ്ധരിച്ചു പോയിരുന്നു. പക്ഷേ അല്ലാഹുവിലേക്ക് തിരിഞ്ഞു നടന്നു. റബ്ബേ, ഞാൻ പറഞ്ഞത്, ഞാൻ കേട്ടതും എന്നെ വിശ്വസിപ്പിച്ചതും തെറ്റായിരുന്നു എന്ന് തിരിച്ചറിയുകയും ഇല്ലല്ലദീന താബൂ, അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയും മിൻ ബഅദി ദാലിക്, ഈ നിരീശ്വരവാദമൊക്കെ പറഞ്ഞു നടന്നതിന് ശേഷം വഅസ്ലഹൂ, ഒരുപാട് നന്മകൾ കൊണ്ട് ജീവിതം സുഹൃതമാക്കുകയും ചെയ്തവർ. തൗബ ചെയ്ത് മടങ്ങിയെന്ന് മാത്രമല്ല, നഷ്ടപ്പെട്ടു പോയതിന് മുഴുവൻ പകരം പിന്നെ നന്മ ചെയ്യണം. നിസ്കാരം ഖളാ വീട്ടണം, ഇബാദത്തുകൾ ഖളാ വീട്ടണം, നിർബന്ധമായ ഇബാദത്തുകൾ മുഴുവൻ. വഅസ്ലഹൂ, ജീവിതത്തിൽ നന്മ ചെയ്യുകയും ചെയ്തവർ. ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം. അങ്ങനെയാണെങ്കിൽ അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കും എന്ന് പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹു പുറത്തു നൽകട്ടെ. ആ സ്വഹാബി കലിമ ചൊല്ലുകയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്
വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ വഴിയിലേക്ക് തിരിഞ്ഞു വന്നു, ശുദ്ധ ഇസ്ലാമിലേക്ക് ചേരുകയാണ്. സ്വഹാബിയായിട്ട് തന്നെ മരണപ്പെടുകയും ചെയ്തു. ഇവിടെ ഒരു വിഷയം, അല്ലാഹു തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് തിരിച്ചു വരാനുള്ള വഴി തുറന്നു വെച്ചിരിക്കുകയാണ്. ഒരിക്കലും അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ വാതിൽ അടഞ്ഞു കിടക്കുന്നില്ല എന്ന് നമ്മൾ അറിയണം. 100 ആളെ കൊന്നവന് അല്ലാഹു പുറത്തു കൊടുത്തു എന്ന് പറയുന്നത് ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണ്. 100 ആളെ കൊന്നവന് അല്ലാഹു പുറത്തു കൊടുത്തു എന്നത്. 100 ആളെ കൊന്നു. നമ്മളൊന്നും തീരെ മാപ്പ് ചെയ്യൂലല്ലോ. നമുക്ക് ആർക്കും ശത്രുത എന്ന് വലിയൊരു ഇഷ്ടമുള്ള കാര്യം. എല്ലാവരും ശത്രുക്കളായി കാണുക, എല്ലാവരെയും വിട്ടു നിർത്തുക, എല്ലാവരെയും മാറ്റി നിർത്തുക, അല്ലെങ്കിൽ വെറുപ്പോടുകൂടെ നോക്കുക. തെറ്റ് ചെയ്തവർക്കല്ലാതെ ആർക്കാണ് തൗബ? തൗബയെ കുറിച്ച് എത്രയാണ് ഖുർആൻ ചർച്ച ചെയ്യുന്നത്? പിന്നെ എന്തിനാ തൗബ? തൗബ പിന്നെ എന്തിനാണ്? നിങ്ങൾ ആലോചിച്ചു. ഒരു മനുഷ്യൻ തൗബ ചെയ്യുകയാണെങ്കിൽ, പശ്ചാത്തപിക്കുകയാണെങ്കിൽ അവർക്കല്ലേ തൗബ? ബാബു തൗബ എന്തിനാണ്? തെറ്റ് ചെയ്തവർക്കുള്ളതാണ്. തെറ്റ് ചെയ്യാത്തവർക്ക് എന്തിനാ തൗബ? അപ്പൊ തെറ്റ് സംഭവിക്കുന്നുണ്ട് മനുഷ്യനിൽ. തെറ്റ് സംഭവിക്കുന്നതല്ല വിഷയം. കുല്ലു ബിനി ആദമ ഖത്വാ വഖൈറുൽ ഖത്വാഈന തവ്വാബൂൻ. അവരിൽ ഏറ്റവും നല്ലവർ, തെറ്റ് ചെയ്യുന്ന ആദം നബിയുടെ മക്കളിൽ ഏറ്റവും നല്ലവർ അത്തവ്വാബൂൻ, തെറ്റുകൾക്ക് പിറകെ തൗബ ചെയ്ത് മടങ്ങുന്നവരാണ്. അല്ലാഹു റബ്ബിന്റെ റഹ്മത്തിന്റെ കരങ്ങൾ നിവർത്തി വെച്ച് കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ മജ്ലിസുൽ ഇൽമിൽ നിന്ന് നമ്മൾ ഇവിടെ പറയുമ്പോൾ, നമ്മൾ ഇന്ന് എഴുന്നേറ്റ് പോകുമ്പോഴേക്കും അല്ലാഹുവിന്റെ മലക്കുകളുടെ പരിശുദ്ധമായ ജിഹ്വകളിലൂടെ ഖൂമൂ മഗ്ഫൂറൻ ലക്കും, നിങ്ങൾ എഴുന്നേറ്റോളൂ, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നുവെന്ന് അല്ലാഹുവിന്റെ മലക്കുകളാൽ പറയപ്പെടണം. അല്ലാഹു അങ്ങനത്തെ ഒരു മജ്ലിസായി മജ്ലിസിനെ മാറ്റിത്തരട്ടെ. ഇന്ന ലില്ലാഹി മലായികതൻ യൽതമിസൂന അഹ്ലൽ ദിക്ർ. അല്ലാഹുവിനെ ഓർക്കുന്ന സദസ്സുകളെ നോക്കി നടക്കുന്ന മലക്കുകൾ അല്ലാഹുവിനുണ്ട്. അതുകൊണ്ട് റബ്ബിനെ സാക്ഷി നിർത്തി പറയാം, ഈ സദസ്സിൽ നമ്മളോടുകൂടെ അല്ലാഹുവിന്റെ മലക്കുകൾ സന്നിഹിതരാണ്. നമ്മൾ അവരെ കാണുന്നില്ല, അവർക്ക് നമ്മളെ കാണാം. അല്ലാഹുവിന്റെ മലക്കുകൾ ഈ സദസ്സിന് സാക്ഷിയാണ്. അല്ലാഹ് എന്ന് പറയപ്പെടുന്നിടത്ത് അല്ലാഹുവിന്റെ മലക്കുകളുടെ സാന്നിധ്യമുണ്ട്. ഇവിടെ ആലിമീങ്ങളാണ് ഇരിക്കുന്നത്, ഉസ്താദുമാരാണ്, പണ്ഡിതന്മാരാണ്, ഉലമാ സാദാത്തുകള്. അവരുടെ സാന്നിധ്യങ്ങളിൽ മലക്കുകളുണ്ട്. മുഅ്മിനീങ്ങളാണ് ഇവിടെ ഇരിക്കുന്ന മഹാന്മാരായ ഉസ്താദുമാർ, മുതഅല്ലിമീങ്ങൾ, സാധാരണക്കാർ, ദീനിന്റെ ഖാദിമീങ്ങളാണ് നമ്മുടെ വിഖായ വോളണ്ടിയേഴ്സ്, എസ്കെഎസ്എഫിന്റെ പ്രവർത്തകന്മാർ, സമസ്തയുടെ മുഹിബ്ബീങ്ങൾ. ഇവരൊക്കെ ദീനിന്റെ ഖാദിമീങ്ങളാണ്. അവരുടെ സാന്നിധ്യങ്ങളിൽ അല്ലാഹുവിന്റെ മലക്കുകളുടെ സാന്നിധ്യമുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് പറയട്ടെ, ഫഇദാ വജദൂ ഖൗമൻ യദ്കുറൂനല്ലാഹ തനാദൂ. അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു സദസ്സോ ഒരു മജ്ലിസോ അള്ളാഹുവിന്റെ മലക്കുകൾ കണ്ടെത്തുമ്പോ തനാദോ, അവരെ വിളിച്ചു പറയും, ഹലുമ്മു ഇലാ ഹാജതികും, നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറഞ്ഞോളൂ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറഞ്ഞോളൂ. അതുകൊണ്ട് ഖൽബിൽ പ്രാർത്ഥനയോടുകൂടെ ഇരിക്കുക, ഗഫലത്തായിട്ടിരിക്കരുത്, ഗഫലത്തായിട്ട് അശ്രദ്ധമായിട്ടിരിക്കരുത്. ഹലുമ്മു ഹാജതകും, ഒരുപാട് ഹാജത്തില്ലേ ഖൽബില്. മക്കൾ പഠിക്കണം, മക്കൾ നന്നാവണം, കുട്ടിനെ കെട്ടിക്കണം, വീട് വേണം, കടം വീടണം, ഒക്കെ ദുനിയാവാട്ടാ. വലിയ ആഗ്രഹം വേണ്ടത് അല്ലാഹുവിന്റെ റിളാ വറിദ്വാനും മിനല്ലാഹി അക്ബർ. ഇതിലും വലിയ സംഭവമില്ല. അല്ലാഹുവിന്റെ പൊരുത്തം എനിക്ക് വേണം പടച്ചവനെ. ഇത് മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ സദസ്സ് മുഴുവൻ അല്ലാഹുവിന്റെ മലക്കുകൾ ചോദിക്കുകയാണ്, ഹലുമ്മു ഇലാ ഹാജതികും, നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറഞ്ഞോളൂ. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ആമീൻ ചൊല്ലാൻ മലക്കുകൾ കൂടെ ഇരിക്കുന്ന സദസ്സുകളാണിത്. തങ്ങൾ പറയുമായിരുന്നു, മജ്ലിസുൻ വാഹിദുൻ മിൻ മജാലിസിൽ ഇൽമി തുകഫിറു 70 മജ്ലിസൻ മിൻ മജാലിസിൽ ലഹ്വി വൽ ലഗ്വ്. അനാവശ്യമായ സദസ്സുകളിൽ നിങ്ങൾ ചെന്നിരുന്ന 70ഓളം സദസ്സുകൾക്ക് പ്രായശ്ചിത്തമാണത്രേ. അത് മുഴുവൻ പൊറുക്കാൻ കാരണമാണ് മജ്ലിസുൽ ഇൽമിൽ ഒരു മജ്ലിസ്. അങ്ങനത്തെ മജ്ലിസായി മജ്ലിസിനെ റബ്ബ് മാറ്റി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഫയഹ്ഫൂനഹും ബിഅജ്നിഹതിഹിം, മലക്കുകളുടെ ചിറകുകളാൽ അവർ നമ്മളെ കൂട്ടിപ്പിടിക്കുന്നുണ്ട് മലക്കുകൾ. അതുകൊണ്ടാണ് ഇൽമിന്റെ മജ്ലിസിൽ ഇരിക്കുമ്പോൾ വല്ലാത്ത ഒരു സമാധാനത്തിലാണ് നമ്മൾ എഴുന്നേൽക്കുക. ആ മജ്ലിസ് കഴിയുമ്പോൾ ഇതെന്താ ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ, കുറച്ചുകൂടെ നീണ്ടുപോയിക്കൂടായിരുന്നോ എന്ന് ഖൽബ് കൊണ്ട് തോന്നുകയും ഒരു കോരിത്തെരിപ്പും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന അത് മലക്കുകളുടെ ഒരു സാന്നിധ്യത്തിന്റെ പ്രത്യേകതയാണ്. അവരെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പോയി പറയും, അള്ളാഹുവിനോട് പറയും, വിഷയങ്ങൾ അവതരിപ്പിക്കും. അള്ളാഹു അവർക്ക് സാക്ഷിയായി, സ്വർഗവാസികളെ മുഴുവൻ, അള്ളാഹുവിന്റെ മലക്കുകളെ മുഴുവൻ സാക്ഷിയായിട്ട് അള്ളാഹു പറയും, ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു. അപ്പൊ പറയും, വേറൊരാൾ അവിടെ ഉണ്ടായിരുന്നല്ലോ റബ്ബേ, അയാൾ ഇത് കേൾക്കാൻ വന്നതല്ല, അയാൾ അവിടെ അങ്ങനെ നിരൂപിക്കാൻ വന്നത്, എന്തെങ്കിലും വല്ല കുഴപ്പമുണ്ടോ, എന്തെങ്കിലും ക്ലിപ്പ് ഉണ്ടാക്കാൻ കിട്ടുമെന്ന് വിചാരിച്ചു വന്ന. അപ്പൊ മൂപ്പരോ കിടക്കട്ടെ, മൂപ്പർക്കും പുറത്തു കൊടുത്തിട്ടുണ്ട്. എന്തേ? നല്ല മനുഷ്യന്മാരുടെ കൂടെ വന്നിരുന്നതല്ലേ, അപ്പൊ മൂപ്പർക്കും പുറത്തു. ഹുമുൽ ഖൗമു ലാ യഷ്ഖാ ജലീസുഹും, ആ ഒരു സമൂഹം അവരുടെ കൂടെ ഇരിക്കുന്ന ആള് പോലും പരാജയപ്പെടൂല.
അല്ലെങ്കിൽ പിന്നെ കടല വിൽക്കാൻ വേണ്ടി വന്നതാ, ജ്യൂസ് വിൽക്കാൻ വേണ്ടി, വെള്ളം വിൽക്കാൻ വേണ്ടി വന്നതാ, അത് കച്ചവടം ഉദ്ദേശിച്ചിട്ടുള്ളൂ. പക്ഷേ ഇൽമിന്റെ മജ്ലിസിലാണ്, അവർക്കും പുറത്തു കൊടുക്കും. സുബ്ഹാന ജല്ല ജലാലു. അല്ലെങ്കിൽ ഒരാളുടെ കൂടെ വന്നതാ, ഡ്രൈവറായിട്ട് വന്നതാ, അല്ലെങ്കിൽ കൂടെ സഹായിയായിട്ട് വന്നതാ, മൂപ്പര് ഉദ്ദേശിച്ച് വന്നു എന്നല്ല ഇവിടെ. പക്ഷെ വന്നിരുന്നു, കൂടെ ഇരുന്നു, അത്ര തന്നെ. ഇനി പോകാൻ വയ്യല്ലോ, എന്റെ കൂടെ വന്ന ആളെ എണീക്കാതെ ഞാൻ എങ്ങനെയാ പോവാ? അയാൾക്കും പുറത്തു കൊടുക്കും. ഹുമുൽ ഖൗം ലാ യഷ്ഖാ ജലീസുഹും. നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ആള് പോലും വെറുതെ ആവൂല. അള്ളാഹു അങ്ങനത്തെ മജ്ലിസാക്കി മാറ്റി തരട്ടെ. വിശുദ്ധ റമദാൻ വരികയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പോലെ ഒരുപാട് വീണ്ടെടുപ്പ്, നഷ്ടപ്പെട്ടു പോയതൊക്കെ വീണ്ടെടുക്കണം. നിസ്കാരം നഷ്ടപ്പെട്ടാൽ നിസ്കാരം വീണ്ടെടുക്കണം. ദുനിയാവ് നഷ്ടപ്പെട്ടു പോയതിനെ വീണ്ടെടുക്കൽ ആഖിറത്തിന്റെ വിഷയം കൊണ്ടാണ്. അങ്ങനെ ദുനിയാവിന്റെ നഷ്ടം വീണ്ടെടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിന്റെ വിഷയം ഓർമ്മിപ്പിക്കും. അപ്പോഴാണ് അതിന് പരിഹാരം ഉണ്ടാവുക. ഒരു സ്റ്റേറ്റ്മെന്റ് പറയാറുണ്ട്. എങ്ങനെ? ദീനിൽ നമ്മളെക്കാളും ദീനിന് സേവനം ചെയ്യുന്ന ആളുകളെ നോക്കിയിട്ട് പറയണം, പടച്ചോനെ എനിക്ക് അയാളെ പോലെ ആവാൻ പറ്റിയിട്ടില്ലല്ലോ. ദുനിയാവിന്റെ വിഷയം, പൈസയും സൗകര്യങ്ങളും വീടും വാഹനവും ദുനിയാവും പത്രാസും ഒക്കെ നോക്കുമ്പോഴേ നമ്മുടെ അത്ര പോലും ഇല്ലാത്തവരിലേക്കാണ് നോക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ അവർ അല്ലാഹുവിന് ഷാക്കിറാണ്, സ്വാബിറാണ്, അവർക്ക് ക്ഷമയുണ്ട്, ശുക്റുണ്ട്. നേരെ മറിച്ച് ദുനിയാവിന്റെ വിഷയത്തിൽ മേലേക്കാണ് നോക്കേണ്ടത്. എനിക്ക് അത്ര കിട്ടിയിട്ടില്ലല്ലോ. ദീനിന്റെ വിഷയത്തിൽ താഴേക്കാണ് നോക്കുന്നത്. ഞാൻ അവനെ കണക്ക് ഉഷാറാണല്ലോ, ഞാൻ 5 വക്ത് നിസ്കരിക്കുന്നുണ്ടല്ലോ, അത്രേ ആലോചിക്കുന്നുള്ളൂ. ദുനിയാവിന്റെ വിഷയത്തിൽ മേലേക്ക് നോക്കുന്നു, ആഖിറത്തിന്റെ വിഷയത്തിൽ താഴേക്ക് നോക്കുന്നു. അങ്ങനത്തെ ഒരാൾക്ക് ഒരിക്കലും ഷാക്കിറും സ്വാബിറുമാകാൻ കഴിയില്ല. ഇത് രണ്ടുമാണെങ്കിലേ രക്ഷപ്പെടാൻ കഴിയും. ക്ഷമിക്കണം, പിന്നെ അല്ലാഹുക്ക് ശുക്റും ചെയ്യണം. ചില നഷ്ടങ്ങളെ അല്ലാഹു തആല പരിഹരിക്കുന്ന ഒരു രീതിയുണ്ട്. ഉഹദ് യുദ്ധത്തിന്റെ വിഷയത്തിൽ ഇറങ്ങിയ ഒരു ആയത്തുണ്ട്, സൂറത്ത് ആല ഇംറാൻ 153-ാമത്തെ ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إذ تصعدون ولا تلوون على أحد والرسول يدعوكم في أخراكم فأثابكم غما بغم لكي لا تحزنوا على ما فاتكم ولا ما أصابكم والله خبير بما تعملون. ഉഹദ് യുദ്ധം ആദ്യത്തിൽ പരാജയം സംഭവിച്ചുവല്ലോ. ജബലുർ റുമാത്തിൽ നിൽക്കുന്ന സ്വഹാബിമാരോട് ഞാൻ പറയാതെ നിങ്ങൾ ഇറങ്ങി വരരുതേ എന്ന് നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബിമാർ അവിടെ ഇജ്തിഹാദ് ചെയ്തു. നബി തങ്ങൾ തിരക്ക് പിടിച്ചതാവാം, തങ്ങൾ മറന്നുപോയതാകാം, യുദ്ധം അവസാനിച്ചിട്ടുണ്ടാകുമല്ലോ എന്ന് അവർ ഇജ്തിഹാദ് ചെയ്ത് അവരെങ്ങനെ ആ വിഷയം ഗഹനം ചെയ്തവർക്ക് അങ്ങനെയാണ് മനസ്സിലായത്. അവർ ഇറങ്ങി വന്നു. അപ്പോഴാണ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു വന്ന് മുസ്ലിം ആയിട്ടില്ല. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു കവാലറി വന്നു. അവര് കുതിരപ്പടയാണ്, ഹോഴ്സ്മെൻ. അവര് പടയോട്ടം നടത്തി സ്വഹാബികൾക്കിടയിലേക്ക് ഇരച്ചു കയറിയതിന് ശേഷമാണ് 70ഓളം മഹാന്മാരായ സ്വഹാബിമാർ ഷഹീദാവുന്നത്. യുദ്ധം പരാജയപ്പെട്ടു. വിശുദ്ധ ഖുർആൻ പറയട്ടെ, ഇദ് തുസ്ഇദൂന വലാ തൽവൂന അലാ അഹദ് والرسول يدعوكم في أخراكم. സ്വഹാബിമാർ ചിന്നച്ചിതറയോടിയ നേരത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാവൽ നൽകാൻ വേണ്ടി സ്വഹാബിമാരിൽ വിരലെണ്ണാവുന്ന ആളുകൾ ഹബീബിന്റെ ചുറ്റും കൂടി നിന്ന ഒരു നേരമുണ്ട്. അമ്പ് വരികയാണ് ഹബീബിനെ തേടിയിട്ട്. കുന്തമുനകൾ വരുന്നു. അതെല്ലാം നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് ഹബീബായ നബി തങ്ങൾക്ക് സുരക്ഷ കൊടുത്ത മഹാന്മാരായ സ്വഹാബിമാരുണ്ട്. അനസ് ബിൻ നദർ തങ്ങളെ പോലെ, അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനെ പോലെ ഹബീബിന് പരിരക്ഷ കൊടുത്തതാണ്. 70ഓളം ജർഹത്തിൻ മുറിവുകളും കുത്തുകളുമായിട്ട് ശരീരത്തിൽ മുറിവ് പറ്റി ഷഹീദായ സ്വഹാബിയാണ് സഅദ് ബിൻ മഹാനായ അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു. വിശുദ്ധ ഖുർആൻ പറയട്ടെ, ഫഅസാബകും ഗമ്മൻ ബിഗം. നിങ്ങൾക്ക് 2 ടെൻഷൻ അല്ലാഹു അവിടെ തന്നു. 2 ടെൻഷൻ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നു, ആദ്യത്തെ ഗമ്മ് യുദ്ധം പരാജയപ്പെട്ടു, ഗനീമത്ത് കിട്ടിയിട്ടില്ല, യുദ്ധം പരാജയമാണ്, വിജയമായിട്ടില്ല എന്ന ടെൻഷൻ. ഫഅസാബകും ഗമ്മൻ ബിഗം.
ഒരു സങ്കടത്തിന് പകരം മറ്റൊരു സങ്കടം അള്ളാഹു നൽകി. ആ രണ്ടാമത്തെ സങ്കടമാണ് പുണ്യനബി തങ്ങൾ വഫാത്തായി എന്നൊരു കിംവദന്തി യുദ്ധത്തിൽ പരന്നു, ഒരു റൂമർ പരന്നു. റസൂലുള്ളാഹി തങ്ങൾ വധിക്കപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെയാണത് സംഭവിക്കുക? വല്ലാഹു യഅസിമുക മിനന്നാസ്. നബിയേ, ഒരു മനുഷ്യനും അങ്ങയെ കൊല്ലാൻ കഴിയില്ല. മനുഷ്യരുടെ കുതന്ത്രങ്ങളിൽ നിന്ന് അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് ഖുർആൻ നബി തങ്ങൾക്ക് കൊടുത്ത ഗ്യാരണ്ടിയാണ്. അതുകൊണ്ടാണ് 11 മർഡർ അറ്റംപ്റ്റുകൾ ഹബീബായ നബി തങ്ങൾക്ക് നേരെ ഉണ്ടായിട്ടുണ്ട്. 11 കൊലപാതക ശ്രമങ്ങൾ ഉണ്ടായി നബി തങ്ങൾക്കെതിരെ. എത്ര? ഒന്നല്ല, 11 തവണ ഹബീബിനെ കൊല്ലാൻ അവർക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നബി തങ്ങളെ വധിക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? He was a man not to be killed. ഹബീബായ നബി തങ്ങളുടെ ഒരു മിഷൻ ഉണ്ട്, നബി തങ്ങളുടെ ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യം പൂർത്തിയായിട്ട് വേണം നബി തങ്ങൾക്ക് വഫാത്താകാൻ. നബിയെ അങ്ങയെ വധിക്കാൻ വരുന്ന മനുഷ്യരുടെ കൈകളിൽ നിന്ന് അവരുടെ വിഷയം അല്ലാഹ് കൈകാര്യം ചെയ്യും. നബിയെ, നിങ്ങളെ തൊടാൻ അവർക്ക് കഴിയില്ല. 11 വധശ്രമങ്ങൾ ഉണ്ടായല്ലോ. ഹബീബായ നബി തങ്ങളെ സംബന്ധിച്ചവർ പറഞ്ഞു, നബി തങ്ങൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. സ്വഹാബികൾക്കുണ്ടായ ഏറ്റവും വലിയ സങ്കടം, ഉഹദിൽ ഉണ്ടായ സങ്കടം അതായിരുന്നു. അതിന്റെ നിജസ്ഥിതി അറിയാൻ പറ്റുന്നില്ല. തങ്ങൾ വഫാത്തായോ? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇതൊക്കെ? തങ്ങൾ പോയാൽ പിന്നെ കഴിഞ്ഞില്ലേ? തങ്ങളില്ലെങ്കിൽ അവർക്ക് ഊർജമുണ്ടോ? തങ്ങളില്ലെങ്കിൽ അവർക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും? യാ അല്ലാഹ്, അല്ലാഹു നമ്മുടെ സാദാത്യങ്ങൾക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. മഹാന്മാരായ സമസ്തകളുടെ ജമീഅത്തുൽ ഉലമയുടെ മഹാന്മാരായ പണ്ഡിത ശിരോമണികൾ, അവരുടെയൊക്കെ നേതൃത്വം അല്ലാഹുവിന്റെ സംരക്ഷണത്തിലാക്കി കൊടുക്കട്ടെ, നിലനിർത്തി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ സയ്യിദ് കുമ്പോൾ കുഞ്ഞിക്കോയ തങ്ങൾ അവറുകൾ നമ്മുടെ ഈ സദസ്സിന് 2-3-4 തവണ ഈ വഴിക്ക് ഇവിടെ ഇങ്ങനെ കറങ്ങി തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചു ഇവിടെ ഒന്ന് പോയിരുന്നു പറഞ്ഞു. അല്ലാഹു മഹാനവർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അതൊരു വല്ലാത്ത മാണിക്യമാണ്. തങ്ങളില്ലെങ്കിൽ, കുഞ്ഞുക്കോയ തങ്ങളില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ആ കുമ്പോൽ കുടുംബത്തിന്റെ തന്നെ ഏറ്റവും വലിയ വെളിച്ചം, ഏറ്റവും വലിയ അനുഭവിക്കാൻ കഴിയും മഹാനായ സയ്യിദാണ്. തങ്ങളുടെ സാന്നിധ്യമില്ലാത്ത ആ ഒരു ഇടം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. യാ അല്ലാഹ്, അവിടെ ഒരു മദീനയുടെ പ്രതീതിയുള്ള ഒരു മസ്ജിദുൻ നബവിയുടെ അതേ രൂപമുള്ള അതേ കുബ്ബയും മുനാരവും അവിടെ ഒരുങ്ങിക്കഴിഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ആ ഒരു നേതൃത്വം, തങ്ങളുടെ ഒരു ഇടപെടൽ നമ്മുടെ മഹല്ലുകളിലൊക്കെ ഒരുപാട് പരിസരങ്ങൾ, പ്രദേശങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിടത്ത് മഹാനായ തങ്ങളുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അത് വലിയ തൗഫീഖാണ്. തങ്ങൾ അതിനൊരു പരിഹാരം പറയുന്നു. ആ പരിഹാരം ഇരുകൂട്ടരും അംഗീകരിക്കുന്നു, നിരുപാധികം. അങ്ങനത്തെ ഒരു അച്ചടക്കം ഈ ഉമ്മത്തിനുണ്ടെങ്കിൽ, നമ്മുടെ ഉലമാ, നമ്മുടെ സാദാത്യങ്ങൾ പറയുന്നത് അത് അനുസരിക്കുക. സമഅൻ വതആഅ. അത് രാജാക്കന്മാർക്ക് മാത്രമുള്ള ഹദീസ് അല്ല. അത് ഈ ഉമ്മത്തിന്റെ ഉമൂറുകളൊക്കെ ആരുടെയൊക്കെ കൈകളിലാണോ അവർക്കൊരു ത്വഅത്ത്, ഈ ആമ്മത്തുന്നാസ്, പൊതുജനങ്ങളുടെ ബാധ്യതയാണ്. അള്ളാഹു അങ്ങനത്തെ ഒരു അച്ചടക്കവും ഒരു അദബും ഈ ഉമ്മത്തിന് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും പറയാൻ നിന്നാൽ വിഷയമാണ്. എല്ലാവരും പറയാൻ, കേൾക്കാൻ ആളില്ല. എല്ലാവരും എഴുതിവിടുക. എഴുതാൻ പറ്റുന്നവനൊക്കെ എഴുതാം. ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ടാക്കി എഴുതിവിടുക. ഇങ്ങനെ എഴുതാൻ തിരിഞ്ഞാൽ അവിടെ നിറയും എന്നതിനപ്പുറം അക്കൗണ്ട് കാലിയാവും. സ്വന്തം അക്കൗണ്ട് ഉണ്ടല്ലോ, അത് കാലിയായിട്ടുണ്ടാവും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. നന്മ ചെയ്യാൻ പറ്റുന്നില്ല, ചെയ്യുന്നവരെ ചെയ്യാൻ അനുവദിക്കുക. അത്രയെങ്കിലും ചെയ്യാലോ. മടുപ്പിക്കുന്ന, വെറുപ്പിക്കുന്ന, നന്മകളെ കെടുത്തിക്കളയുന്ന അത്തരം എഴുത്തുകളൊക്കെ നാട്ടിലും ഗൾഫ് നാട്ടിലൊക്കെ ഇരുന്നു കൊണ്ട് എഴുതുന്ന ചില ആളുകളൊക്കെ ഉണ്ട്. അല്ലാഹുവർക്കൊക്കെ ഹിദായത്ത് കൊടുക്കട്ടെ എന്ന് പ്രത്യേകം ദുആയിരക്കാം. ഇതൊരു വലിയ നഷ്ടം. റമദാനല്ലേ ഈ വരുന്നത്. ഈ നാഷണൽ മിഷൻ, ഇതിൻ്റെയൊക്കെ ത്യാഗം എത്രയാ. നാളെ ഒരു മനുഷ്യൻ വന്നിട്ട് ഒരു പോസ്റ്റ് ഇടുകയാണ്, ആ പോയപ്പോ നാഷണൽ മിഷനിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു, അങ്ങനെ ഉണ്ടായിരുന്നു. ഓക്കെ, എന്തെങ്കിലും മനുഷ്യന്മാർ ചെയ്യുന്നിടത്ത് മിസ്റ്റേക്ക് ഉണ്ടാവില്ലേ? ആ മിസ്റ്റേക്കുകൾ തിരുത്തിയിട്ട് മുന്നോട്ട് പോകണം. ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് വെച്ചിട്ട് വലിയൊരു പ്രസ്ഥാനത്തിന്റെ തളർത്തില്ലാതെയാക്കണോ? അങ്ങനെയാണോ നമ്മൾ എഴുതേണ്ടത്? അങ്ങനെയാണോ പറയേണ്ടത്? തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോവുക. നമ്മളൊന്നും മലക്കുകളല്ല, എല്ലാവർക്കും തെറ്റുപറ്റുന്നത് അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങുക, തെറ്റു തിരുത്തുക എന്നല്ലാതെ. സമസ്തയിലെ ജമീഅത്തുൽ ഉലമ തന്നെ മഹാന്മാരായ ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും റഹിമഹുമുല്ലാഹു റഹ്മത്തൻ വാസിഅ വരക്കൽ മുല്ലക്കോയ തങ്ങളിൽ നിന്ന് ആ ഒരു പുണ്യം സ്വീകരിച്ചു തുടങ്ങിയ ഈ ഒരു പ്രസ്ഥാനം, നമ്മളൊക്കെ മനുഷ്യരാണ്. ഒരു പ്രസ്ഥാനത്തെ ഒരിക്കലും തളർത്തുകയോ ഇല്ലായ്മ ചെയ്യുകയോ ചെയ്യാനല്ല ശ്രമിക്കേണ്ടത്. തെറ്റുകൾ തിരുത്തിയിട്ട് സ്വമേധയാ തിരുത്തുന്നത്, സ്വോദ്ദേശപരമായിട്ട് ഉണർത്തുന്നത്,
അങ്ങനെയല്ലേ മുന്നോട്ട് പോകാൻ കഴിയൂ. എന്നല്ലാതെ ഒരു തെറ്റ് സംഭവിച്ചു, എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസ്ഥാനത്തെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കുകയാണോ? ഇതൊക്കെ കെട്ടിപ്പടുത്ത് ഉയർത്താൻ എത്ര ആയിരം ആളുകളുടെ വിയർപ്പും ചോരയും അധ്വാനവും ഉറക്കമൊഴിക്കലും തൊണ്ടയും ശബ്ദവും കായ്ബലവും എന്തെല്ലാം ത്യാഗങ്ങളുടെ ഫലമാണ് ഒരു പ്രസ്ഥാനം ഉണ്ടാകുന്നത്. നശിപ്പിക്കാൻ എത്ര എളുപ്പമാണല്ലേ? ഒറ്റ പണിയില്ലല്ലോ. ഒരു പോസ്റ്റ് ഇട്ടാൽ മതി, ഫേസ്ബുക്ക് പോസ്റ്റ്. ഈ ഇടുന്ന ആൾക്കാരൊക്കെ മുജ്തഹിദീങ്ങളായ ഇമാമാരെന്നാണ് തോന്നുന്നത്. അവരുടെ ഇജ്തിഹാദ് മാത്രമേ ശരിയുള്ളൂ, ബാക്കിയുള്ളതൊക്കെ തെറ്റാണ്. ദയവ് ചെയ്ത് ലാ തകൂനു മഗാലിഖ ലിൽ ഖൈർ വമഫാതിഹ ലിശ്ശർ, ഷർറിന്റെ താക്കോലുകളും നന്മയുടെ പൂട്ടുകളുമായി മാറരുത്. ആവേണ്ടത് മഫാതിഹ ലിൽ ഖൈർ വമഗാലിഖ ലിശ്ശർ, തിന്മയെ പൂട്ടിവെക്കാനും നന്മയെ തുറക്കാനുമാണ്. കള്ളുടിക്കുന്ന മനുഷ്യർ, അവരെ പറ്റി എഴുത്. മയക്കുമരുന്ന് ലഹരി കൊണ്ട് നാട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പണ്ഡിതന്മാരും ഉസ്താദുമാരും മുതഅല്ലിമീങ്ങളും ആലിമീങ്ങളും മഹല്ല് സംവിധാനങ്ങളുമായി മനോഹരമായി ദീനിന്റെ വഴിയിലാണ് പോകുന്നത്. ഇതിൽ കലക്കരുത്. സമൂഹത്തിൽ വഴിതെറ്റിപ്പോകുന്ന ആളുകൾ യുക്തിവാദത്തിലേക്ക് പോകും. അവർക്ക് വേണ്ടി എഴുത്. നിങ്ങളുടെ ഊർജം അവിടെ ചെലവഴിക്കുക. കള്ളുകുടിയന്മാര് വ്യഭിചാരികളുമായി പോകുന്നുണ്ട് നമ്മുടെ നാടുകളിൽ നമ്മുടെ ചെറുപ്പക്കാർ. അതിനുവേണ്ടി എഴുത്. അവർക്ക് വേണ്ടി ശബ്ദിക്ക്. അവർക്ക് വേണ്ടി അവരുടെ നന്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നോക്ക്. ഒരു വഴിയിലൂടെ കടന്നു പോകുന്ന ഒരു സമൂഹത്തെ വസ്വാസുണ്ടാക്കി ഫിത്നയാക്കി നന്മയെ പൂട്ടുന്നൊരു സംവിധാനം അള്ളാഹു ഒരിക്കലും അവരുടെ പരിശ്രമങ്ങളെ വിജയിപ്പിക്കില്ല എന്ന് ഉറപ്പാണ്. റഹ്മാനായ റബ്ബ് മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ കരങ്ങളാൽ സ്ഥാപിതമായ പ്രസ്ഥാനത്തെ അള്ളാഹു സംരക്ഷിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സംരക്ഷിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. റബ്ബ് തആല അത് ഖിയാമത്ത് നാൾ വരെ അല്ലാഹുവിന്റെ കനഫിലും ഹിമായത്തിലുമായിട്ട് അല്ലാഹു നിലനിർത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഫാതിഹുൽ ഖൈർ അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ. പുണ്യനബി തങ്ങൾ വഫാത്തായി എന്ന് പറഞ്ഞപ്പോഴാണ് സ്വഹാബികൾക്ക് സങ്കടത്തിന് മേൽ സങ്കടം വന്നത്. അതിനെയാണ് ഫഅസാബകും ഗമ്മം ബിഗം, ഒരു സങ്കടത്തിന് പകരം മറ്റൊരു സങ്കടം അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ട് അള്ളാഹു നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തന്നുവല്ലോ. എന്താണ് പറയുന്നത്? ഒരു സങ്കടത്തിന് പകരം വേറൊരു സങ്കടം തന്ന അള്ളാഹു ഒരു നഷ്ടത്തെ പരിഹരിച്ചു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയാ, ഞങ്ങൾക്ക് രണ്ട് സങ്കടമാണ് ഉണ്ടായത്. ഒന്ന് ഉഹദ് യുദ്ധം പരാജയമായി, രണ്ട് പുണ്യനബി വഫാത്തായി എന്നൊരു വിഷയം. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി എന്ന കിംവദന്തി ഉണ്ടാവുകയും ഞങ്ങൾ ഭയങ്കരമായ സങ്കടത്തിലായി തകർന്നുപോയി. പുണ്യനബി ഇല്ലെങ്കിൽ പിന്നെ എന്ത്? ഹബീബായ റസൂൽ ഇല്ലെങ്കിൽ പിന്നെന്ത് മദീന? പുണ്യനബി തങ്ങളില്ലെങ്കിൽ ഈ സ്വഹാബികൾക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും? മദീനയുടെ ഒരു അവസ്ഥയുണ്ട്, ഇൻഷാ അല്ലാഹ് വഴിയെ പറയാം. അബൂ ദുഐബുൽ ഹുദലി മദീനയിലേക്ക് വരുമ്പോൾ കണ്ട അനുഭവമുണ്ട്. ഹബീബായ നബി തങ്ങളുടെ സ്വഹാബിമാർ തളർന്നിരിക്കുകയാണ്. ഒരു സങ്കടം കഴിഞ്ഞ് രണ്ടാമത്തെ സങ്കടം നബി വഫാത്തായി എന്ന്. ആ രണ്ടാമത്തെ സങ്കടത്തിലൂടെ അല്ലാഹു സ്വഹാബികൾക്ക് മനസ്സമാധാനമാണ് കൊടുത്തത് എന്നാണ് ആയത്ത് പറയുന്നത്. ഖുർആൻ പറയുന്നത് ആ രണ്ടാമത്തെ സങ്കടം സ്വഹാബികൾക്ക് സന്തോഷത്തിന് കാരണമായി. എങ്ങനെ കാരണമായി? തങ്ങൾ വഫാത്തായി എന്ന് വിചാരിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് ഇല്ല, ഹബീബ് ജീവിച്ചിരിപ്പുണ്ട്. ചില സ്വപ്നം കാണുമ്പോൾ ഉണർന്ന ഒരു സമാധാനം വരാൻ. പേടിച്ച് ഓടി നായ പിന്നാലെ കൂടുന്നുണ്ടാവും, അല്ലെ കുഴിയോ കിണറോ മുമ്പിലുണ്ടാവും. ഓടാനും പറ്റുന്നില്ല, ഒച്ചവെക്കാനും പറ്റുന്നില്ല, വിയർത്ത് കുളിച്ച് കണ്ണ് ഞാൻ സ്വപ്നമായിരുന്നല്ലേ രക്ഷപ്പെട്ടത്. സ്വഹാബിമാർക്ക് അള്ളാഹുവിന്റെ ഹബീബ് വഫാത്തായില്ല എന്ന് നബി തങ്ങളുടെ വിഷയത്തിൽ ഹഖീഖത്ത് ബോധ്യപ്പെട്ടപ്പോൾ അവരുടെ ആദ്യത്തെ സങ്കടം മറന്നുപോയി. ആദ്യത്തേത് ദുന്യാവാണ്, യുദ്ധമാണ്, ഗനീമത്താണ്, യുദ്ധത്തിന്റെ വിജയം, അതൊന്നും സാരല്ല, ഹബീബ് ജീവിച്ചിരിപ്പുണ്ടല്ലോ. അല്ലാഹു തആല ദുന്യവിയായ ഒരു സങ്കടത്തെ ദീനിയായ ഒരു വിഷയം കൊണ്ട് പരിഹരിച്ചു. അതാണ് ഫഅസാബകും ഗമ്മം ബിഗം. എന്തിനാണെന്നറിയോ? ലികൈലാ തഹ്സനു അലാ മാ ഫാതകും, നിങ്ങൾക്ക് നഷ്ടമായ യുദ്ധത്തിന്റെ വിജയമോർത്ത് നിങ്ങൾ സങ്കടപ്പെടണ്ട. വലാ മാ അസ്വാബകും, നിങ്ങളിൽ 70ഓളം ആളുകൾ ഷഹീദായിട്ടുണ്ട്, യുദ്ധം പരാജയമാണ്, അതിൽ സങ്കടപ്പെടരുത്. ഇത് ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅൽ, ഇത് അല്ലാഹു തീരുമാനിച്ചതാണ്, അവൻ തീരുമാനിക്കുന്നതാണ് നടക്കുന്നത്. വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം അല്ലാഹു അറിയുന്നവനാണ്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം അല്ലാഹു അറിയുന്നവനാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാർക്ക് അല്ലാഹു നൽകുന്ന സങ്കടം, ഒരു സങ്കടത്തെ അല്ലാഹു തആല മറ്റൊരു സങ്കടം കൊണ്ട് മൂടിവെച്ചു. അപ്പോൾ ആദ്യത്തെ സങ്കടം അവർക്ക് ഇല്ലായ്മ, അതില്ലാതെ പോയി ഹബീബ് ജീവിച്ചിരിപ്പുണ്ടല്ലോ. ലികൈലാ തഹ്സനൂ. അങ്ങനെയാണ് ചില വിഷയം നമ്മൾ അനുഭവിക്കുന്ന ചില മാനസിക വിഷമങ്ങൾ. നമ്മുടെ സമൂഹത്തിന്റെ വിഷയത്തിലാവട്ടെ, ഇപ്പൊ ഇലക്ഷൻ വരാൻ വേണ്ടി പോവാ കർണാടകയിലൊക്കെ, മതേതര കക്ഷികൾക്ക് വിജയം കിട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഇത് മാറണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അവിടെ നമ്മൾ അടിപിടിയും അങ്ങോട്ടും ഇങ്ങോട്ടും കാലുവാരാൻ നോക്കിയാൽ പിന്നെ നിലവിളിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കേണ്ട സമയമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാജ്യത്തെ, ഈ ഉമ്മത്തിനോട് റഹ്മത്ത് ചെയ്യുന്ന, ഈ ഉമ്മത്തിനോട് കരുണ കാണിക്കുന്ന നല്ല മനുഷ്യരുടെ കൈകളിൽ അല്ലാഹു ഈ രാജ്യത്തിന്റെ ഭരണം അല്ലാഹു ഏൽപ്പിക്കട്ടെ. നമ്മുടെ സ്റ്റേറ്റിൻ്റെത്, നമ്മുടെ പരിസരങ്ങളിലൊക്കെ മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന ആളുകൾ വരണം. നമ്മൾ അനുഭവിക്കുന്ന ഈ സങ്കടത്തിന് അല്ലാഹു വലിയൊരു പരിഹാരം ഇതിന്റെ വഴിയിലൂടെ കാണിച്ചു തരുമെന്നാണ്. ഈ സങ്കടം മറ്റു ചില സങ്കടങ്ങളെ മൂടിവെക്കാനുള്ളതാണ്. നമ്മുടെ വിഷമങ്ങൾ, സംഘടനയുമായി ബന്ധപ്പെട്ട നമ്മുടെ ഉള്ളിൽ നടക്കുന്ന വിഷമങ്ങൾ, ഇതൊക്കെ വിഷമങ്ങളാണ്. ഇതിലൊക്കെ വേദനിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. ഇങ്ങനെ ഒന്നും ആവരുത്, ഇങ്ങനെയല്ല ആവേണ്ടത് എന്നൊക്കെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നവരാണ്. പക്ഷേ ലഅല്ലല്ലാഹ കതബ ഫീഹി ഖൈറ, നമുക്കറിയില്ല അല്ലാഹു ഒരു ഖൈർ വെച്ചിട്ടുണ്ടാവും. ബിയദിഹിൽ ഖൈർ, എല്ലാറ്റിലും അല്ലാഹു ഖൈർ ഉദ്ദേശിക്കുന്നവനാണ് മുഅ്മിനീങ്ങൾക്ക്. അതുകൊണ്ട് ലികൈലാ തഅസൗ അലാ മാ ഫാതകും, സൂറത്തുൽ ഹദീദ്, ലികൈലാ തഅസൗ അലാ മാ ഫാതകും വലാ തഫറഹൂ ബിമാ ആതാകും. നിങ്ങൾക്ക് കിട്ടിയതിൽ മതിമറന്ന് സന്തോഷിക്കുകയും വേണ്ട, നഷ്ടമായതിൽ സങ്കടപ്പെട്ട് കരയുകയും വേണ്ട. അല്ലാമ ഇബ്നു കസീർ തങ്ങൾ ഈ ആയത്തിനെ തഫ്സീർ ചെയ്യുമ്പോൾ പറയുന്നു, ബിതഖദ്ദുമി ഇൽമിനാ വസബ്ഖി കിതാബത്തിനാ ലിൽ അശിയാഇ ഖബ്ല കൗനിഹാ. അല്ലാഹു വിഷയങ്ങളെ അത് സംഭവിക്കുന്നതിന്റെ മുമ്പ് അല്ലാഹു രേഖപ്പെടുത്തി വെച്ചു, എന്തൊക്കെ നടക്കണം, എന്തൊക്കെ നടക്കരുത്. അങ്ങനെയാണ്. നമ്മുടെ ഇഖ്തിയാറിന്റെ പുറത്തുള്ള വിഷയം, നമ്മളായിട്ട് തീരുമാനിച്ച് ബോധത്തിൽ ചെയ്യുന്നതല്ല. അല്ലാഹുവിന്റെ ചില ഇടപെടൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയും അല്ലാഹുവിന്റെ സാബിഖായ ഇൽമിൽ നമ്മൾ നടത്തുന്നതും അല്ലാഹു രേഖപ്പെടുത്തിയത് തന്നെയാണ്. പക്ഷേ ഖദർ ഖലായിലേക്ക് നമ്മൾ ബന്ധിപ്പിക്കുമ്പോൾ നമ്മുടെ ഇഖ്തിയാറിന്റെ പുറത്തുള്ള വിഷയങ്ങൾ അല്ലാഹുവിന്റെ ഖദർ മഹ്ദ്, പച്ചയായും റബ്ബിന്റെ ഖദറാണ്. നമുക്ക് വരേണ്ടത് നമുക്ക് വരേണ്ടതാണ്, നമുക്ക് നഷ്ടമായത് നമുക്ക് വരേണ്ടതായിരുന്നില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ദീനിന്റെ വിഷയത്തിൽ നഷ്ടം വരുന്നതിനെ തിരിച്ചു പിടിക്കണം. ദുനിയാവ് നഷ്ടമായാൽ പൈസ പോയി, ബിസിനസ് പൊട്ടിപ്പോയി, വീട് പൊളിഞ്ഞു പോയി, മക്കള് മരിച്ചുപോയി, നമുക്ക് ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വന്നു, അസുഖം വന്നു, ക്യാൻസർ പോലുള്ള മാരക അസുഖങ്ങൾ ഉണ്ടെന്ന് ഡോക്ടർമാര് പറയാൻ തുടങ്ങി, അല്ലെങ്കിൽ കിഡ്നി നഷ്ടമായിട്ടുണ്ട്, ബ്രെയിൻ ട്യൂമറാണ്, ശരീരത്തിൽ ബുദ്ധിമുട്ടുണ്ട്, ഇതൊക്കെ ദുനിയാവാണ്. ഇതൊക്കെ എന്നല്ലെങ്കിൽ നാളെ ഇനിയിപ്പോ ഫുൾ ആരോഗ്യത്തിൽ ജീവിച്ചാലും 70-60 ഇടയിൽ ഇതും കഴിഞ്ഞ് 70 കഴിഞ്ഞ് മുമ്പോട്ട് പോകുന്ന ആളുകൾ വളരെ കുറച്ചാണെന്ന് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനിടയ്ക്ക് നമ്മളൊക്കെ പോകും, അതല്ല വിഷയം. لكل شيء إذا ضيعته عوض وما من الله إن ضيعته عوض. നിങ്ങൾക്ക് നഷ്ടമാകുന്നതെല്ലാം പകരം കിട്ടിയേക്കാം, പക്ഷേ അല്ലാഹുവിൽ നിന്ന് എന്തെങ്കിലും നഷ്ടമായാൽ അതൊരിക്കലും തിരിച്ചു കിട്ടാൻ ഇടയില്ലാത്തതാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ വിഷയത്തിൽ ജാഗരൂകരാകണം. وهو الذي جعل الليل والنهار خلفة لمن أراد أن يذكر أو أراد شكورا. وهو الذي جعل الليل والنهار خلفة. രാത്രിയെയും പകലിനെയും ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് എന്ന നിലയിൽ മാറി മാറി വരുന്നതായി അല്ലാഹു നിശ്ചയിച്ചത്. ഖിൽഫതൻ ലിമൻ അറാദ അൻ യദ്ദക്കർ. അല്ലാഹുവിനെ ഓർക്കണം എന്ന് ആഗ്രഹിച്ച് അവർക്ക് നഷ്ടപ്പെട്ടു പോയ അമലുകളെ വീണ്ടെടുക്കാനാണ്. രാത്രി നഷ്ടമായതിനെ പകല് വീണ്ടെടുക്കണം, പകൽ നഷ്ടപ്പെട്ടതിനെ രാത്രി വീണ്ടെടുക്കണം. ഔ അറാദ ശുകൂറാ. അല്ലാഹുവിനെ ശുക്ർ ചെയ്ത് ദിക്റും വിർദുകളും ഖുർആനും ഓതേണ്ട ചില രാത്രികളിൽ ബിസിയായിട്ട് പറ്റുന്നില്ല, അത് പകല് ഓതി തീർക്കുക. പകല് ചെയ്യേണ്ടത് രാത്രിയിൽ പകരം ചെയ്യണം. ഇതിനാണ് അല്ലാഹു രാത്രിയും പകലും തന്നത്. രാത്രിയും പകലും തന്നതിന്റെ ഉദാഹരണം ഈ വീണ്ടെടുക്കാനാണ്. റമളാൻ എന്ന വലിയൊരു മൗസിമുൽ ഖൈറാത്തിന്റെ മുമ്പിൽ നിന്നിട്ടാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ
ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. വിശുദ്ധമായ ഖുർആൻ മുഴുവനായിട്ട് ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നാം ആകാശത്തു കിടക്കുന്ന ബൈത്തുൽ ഇസ്സ എന്ന അല്ലാഹുവിന്റെ മസ്ജിദിലേക്ക് മുഴുവനായി ഇറക്കപ്പെട്ടത് റമളാനിലെയാണ്, വിശുദ്ധമായ ലൈലത്തുൽ ഖദ്റിലാണ്. ലൈലത്തുൽ ഖദ്റിലാണ് വിശുദ്ധ ഖുർആൻ മുഴുവനായി ഇറങ്ങിയത്. ഇങ്ങോട്ട് ഭൂമിക്കല്ല, ഖുർആൻ ഭൂമിയിലേക്ക് മുഴുവനായി ഇറങ്ങുമ്പോൾ 23 കൊല്ലം എടുത്തിട്ടുണ്ട്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന ആയത്ത് ഇറങ്ങുന്നത് റമളാനിലാണ്, പക്ഷെ 24-ാം ദിവസമാണ്. അത് ലൈലത്തുൽ ഖദ്റിന് സാധ്യമായ രാവായിരുന്നില്ല. പിന്നെ എന്തിനെ പറ്റിയാണ് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, ഖുർആനെ ലൈലത്തുൽ ഖദ്ർ ഇറക്കി എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ദുനിയാവിലേക്ക് ഇറങ്ങിയതിനെ കുറിച്ചല്ല പറയുന്നത്, ഇതിനെ കുറിച്ചാണ്. ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന്, ദി പ്രൊട്ടക്റ്റഡ് ടാബ്ലറ്റ്സ്, ലൗഹുൽ മഹ്ഫൂദ്, അവിടെ നിന്ന് ഒന്നാം ആകാശത്തിലെ ബൈത്തുൽ ഇസ്സ എന്ന അല്ലാഹുവിന്റെ പള്ളിയിലേക്ക്, പിന്നെ ഒന്നാം ആകാശത്തിന് ഭൂമിയിലേക്ക് ഇറങ്ങിയതാണ് 23 കൊല്ലം കൊണ്ട്. ആ ഒരു മാസം നിങ്ങൾക്ക് വന്നിരിക്കുകയാണെന്ന് അല്ലാഹു അഭിമാനത്തോടുകൂടെ പറയാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കാൻ തൗഫീഖ് തരട്ടെ. അതിലൊരു രാത്രിയുണ്ട്, ശഅബാനിന്റെ അവസാനത്തിൽ സ്വഹാബിമാരെ മുഴുവൻ നബി തങ്ങൾ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, അതാകും ശഹ്റു റമളാൻ. സ്വഹാബികളെ, റമളാൻ ഇതാ വന്നിരിക്കുകയാണ്, വന്നിരിക്കുകയാണ്. റമളാൻ എത്തിയിട്ടില്ല, അപ്പോ വരുന്നേ ഉള്ളൂ. പക്ഷെ തങ്ങൾ പറഞ്ഞു റമളാൻ ഇതാ വന്നു, വന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് മഹാന്മാരൊരു മസ്അല എന്ന് മനസ്സിലാക്കുന്നത്. എന്ത്? റമളാൻ വരുന്നു എന്നതിൽ സന്തോഷിക്കുന്നത് ഈമാന്റെ അടയാളം. റെസ്റ്റോറന്റ് നടത്തുന്നവർക്ക് ചിലപ്പോൾ സന്തോഷം ഉണ്ടാവില്ല, കച്ചവടം ഉണ്ടാവൂലല്ലോ പഠിച്ചവനെ, അങ്ങനെ ആലോചിക്കരുത്. അത് സാരമില്ല, അതിനൊക്കെ അല്ലാഹു പകരം തരുന്നുണ്ടല്ലോ. കൊറോണക്ക് നഷ്ടമായത് നമ്മൾ പറയല്ലോ. കൊറോണ മുമ്പ് കച്ചവടം പൊടിപൊടിഞ്ഞ് നടന്ന കഥയൊന്നും ആരും പറയില്ല, ലാഭമൊക്കെ പരി കൊണ്ടേയില്ല. അതിനെപ്പറ്റി മിണ്ടാട്ടല്ല, നഷ്ടമായത് മാത്രം ലോകത്തോട് എല്ലാവരും വിളിച്ചു പറയും. അതിനിടയ്ക്ക് കിട്ടിയതെന്ന് എടുത്തു കൊടുക്കുക. അപ്പൊ നഷ്ടം സംഭവിച്ചത് ജബർ ചെയ്യണം, പരിഹരിക്കണം. അതിന് മുമ്പ് അല്ലാഹു തന്നിട്ടുണ്ട്, അതൊന്ന് എടുത്തു കൊടുക്കുക. അപ്പൊ റമളാൻ വരുമ്പോഴേ എന്റെ ജോലി നടക്കൂലല്ലോ എന്ന്, എനിക്ക് വരുമാനം ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിക്കല്ലേ. അത് ആഖിറത്തിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. ലൈലത്തുൽ ഖദ്ർ ഉണ്ടതിൽ ഖൈറും മിൻ അൽഫി ഷഹർ, ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങൾ എന്ന് പറയുന്നത് 84 വർഷമാണ്. 84 വർഷത്തെ ആയുസ് നമുക്ക് അല്ലാഹു തരികയാണ് ഓരോ ലൈലത്തുൽ ഖദ്റിലും. അവർ 10 ലൈലത്തുൽ ഖദ്ർ കിട്ടിയാൽ 800 കൊല്ലത്തെ ആയുസായി. മിനിമം 800 കൊല്ലം ജീവിച്ച പുലിമയാണ്. ആ അവസാനത്തെ 5 രാവുകൾ, 27 രാവ് കഴിഞ്ഞാൽ പിന്നെ റമളാനെ പിരിച്ചുവിടരുത്. 29 ലൈലത്തുൽ ഖദ്റിന് സാധ്യതയുള്ള രാവാണ്. 29 ലൈലത്തുൽ ഖദ്റിന് സാധ്യതയുള്ള രാവാണ്. 5 രാത്രിയിലേ നോക്കാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാഹുവിന്റെ റഹ്മത്താണിത്. സൗമു അറഫ, അറഫ ദിനത്തെ നോമ്പ് യുകഫിറു സനതൈൻ, കഴിഞ്ഞ ഒരു വർഷവും വരാൻ പോകുന്ന 2 കൊല്ലത്തെ തെറ്റ് അറഫയിൽ പൊറുക്കപ്പെടുകയാണ്. യാ അല്ലാഹ്. സൗമു ആശൂറാ യുകഫിറു സന, ഒരു വർഷത്തെ തെറ്റുകൾ അല്ലാഹു പുറത്തു തരും. ആശൂറാഇന്റെ നോമ്പിന്, താസുആഇന്റെ നോമ്പിന്. സുയാമു ശവ്വാൽ, ശവ്വാൽ മാസത്തിലെ 6 നോമ്പുകൾ 2 മാസത്തെ നോമ്പുകൾക്ക് തുല്യം. അൽ ഹസനതു ബിഅശ്രി അംസാലിഹാ, ഓരോ നന്മയും അതിന് 10 ഇരട്ടി. അല്ലാഹു നൽകുന്നത് വീണ്ടെടുക്കാനാണ്, മേക്കപ്പ് ചെയ്യാനുള്ള സമയമാണ്. ഇനി അതിലും വലിയൊരു സംഭവമാണ് മക്കയിലേക്ക് യാത്ര ചെയ്യാൻ പറ്റുമെങ്കിൽ, മദീനയിലേക്ക് യാത്ര ചെയ്യാൻ പറ്റുമെങ്കിൽ റമളാനിൽ. ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ ഒരു സ്വഹാബി വന്നു പറഞ്ഞു, നബിയേ, എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു അഹിജ്ജനി. പുണ്യനബി ഞങ്ങൾ ഹജ്ജിന് പോയപ്പോ ഭാര്യ പറഞ്ഞു ഭർത്താവിനോട്, നിങ്ങൾ എന്നെയും ഹജ്ജിന് കൊണ്ടുപോകണം, ഞാനും ഇപ്രാവശ്യം ഹജ്ജിന് വരിക നബിയോടുകൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം തുർമുദി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണെന്ന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, സ്വഹീഹായ ഹദീസാണിത്. തങ്ങൾ പറയും, നിങ്ങളുടെ ഒരു മറുപടി വരികയാണ്. അപ്പോ ഭർത്താവ് പറഞ്ഞു, പെണ്ണേ, നിന്നെ കൊണ്ടുപോകാൻ എന്റെ അടുത്ത് ഒട്ടകമില്ലല്ലോ. അപ്പൊ അവള് പറഞ്ഞു, ഇന്നാലിന്നൊരു ഒട്ടകണ്ടല്ലോ, ഒട്ടകത്തിന്റെ പേര്. വണ്ടി ഇല്ലെങ്കിൽ ഈ വണ്ടിയിൽ ആ വണ്ടി എന്ന് പറയില്ല എന്ന പോലെ ആ ഒട്ടകൻ. അപ്പൊ പറഞ്ഞു, തിൽക ഹബീസത്തുൻ ഫീ സബീലില്ലാഹ്, അത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഞാൻ കൊടുത്തത്, അത് ഞാൻ ഉപയോഗിക്കൂല, അത് അല്ലാഹുവിന് വേണ്ടി ഞാൻ വഖഫ് ചെയ്തതാണ്. അപ്പൊ മറ്റേതോ, അത് യാത്ര ചെയ്യാൻ കൊള്ളൂല, ശരിക്കും പറയാൻ നിനക്ക് വരാൻ യോഗമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ നബിയെ അവൾ എന്നോട് ചോദിക്കാൻ പറഞ്ഞു. പുണ്യ നബിയോട് പരാതി പറയുകയാണ്, നബിയെ, എനിക്ക് അങ്ങയോട് കൂടെയുള്ള ഹജ്ജ് നഷ്ടമായിട്ടുണ്ട്, അതിന് പകരം എനിക്ക് എന്തെങ്കിലും ചെയ്യണം. അങ്ങനെയാണ് സ്വഹാബിമാര്. അപ്പൊ കഴിഞ്ഞ റമളാനൊക്കെ ചിലപ്പോൾ അശ്രദ്ധമായിട്ട് കളഞ്ഞിട്ടുണ്ടോ. ഇനി പറയട്ടെ, റമളാനിന്റെ പകലിന് എത്ര ചൂടാണെങ്കിലും, ഇപ്പൊ ഇവിടെയും ഗൾഫിലൊക്കെ ചൂടിലേക്ക് കിടക്കുകയാണ്.
എത്ര ചൂടാണ്, ദൈർഘ്യമായ പകലാണെങ്കിലും റമളാൻ യമുറു മർറൽ കിറാം, മാന്യന്മാര് പോകുന്ന പോലെ അങ്ങോട്ട് പോകും. മാന്യന്മാരെങ്ങനെ പോവാ? ഓല അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ നിൽക്കൂല, അങ്ങനെ താഴെ നോക്കിയിട്ട് പോക്കാം. മറ്റേ തിരിഞ്ഞു നടന്ന് അവിടെ വർത്താൻ പറഞ്ഞു, ഇവിടെ വർത്താൻ പറഞ്ഞു, ഇവിടെ കുറച്ചേരം നിന്ന് അവിടെ നിന്ന്, അപ്പോഴേക്കും ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോഴേക്കും നേരം വൈകും. മാന്യന്മാര് പോകുന്ന പോലെ റമളാൻ പോകും. ആദ്യത്തെ 2-3 ദിവസേ ദൈർഘ്യം അറിയൂ, പിന്നെ ഒരു പോക്കാണ്. 10, 20, 30 ദിവസങ്ങൾ അങ്ങോട്ട് കഴിഞ്ഞു പോകും, വളരെ പെട്ടെന്നാണ്. അതുകൊണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ നഷ്ടമായത് അള്ളാഹു എനിക്ക് ഈ പ്രാവശ്യം തിരിച്ചെടുക്കണം. പുണ്യ നബിയോട് ആ മഹദി ചോദിക്കുക, നബിയെ എനിക്ക് ഹജ്ജിന് ചെയ്യാൻ പറ്റിയില്ല നബിയെ, എന്താണ് ഇതിന് പകരം? സ്വഹാബി പറഞ്ഞു, നബി എന്റെ ഭാര്യ എന്നോട് എന്റെ ഒട്ടകത്തെ കുറിച്ച് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, തിൽക ഹബീസ, അത് ഞാൻ അള്ളാഹുവിന് വേണ്ടി പിടിച്ചു വെച്ച ഒട്ടകമാണ് എന്ന് പറഞ്ഞിരുന്നു. തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വലൗ അഹജ്ജഹ അലൈഹാ കാന ദാലിക ഫീ സബീലില്ലാഹ്, അതിന് കുഴപ്പമുണ്ടായിരുന്നല്ലോ, നിങ്ങളത് അള്ളാഹുവിന്റെ മാർഗത്തിലല്ലേ, അള്ളാഹുവിന് വേണ്ടിയല്ലേ. ആ ഒട്ടകപ്പുറത്ത് അവളെ ഹജ്ജ് ചെയ്യിച്ചിരുന്നുവെങ്കിൽ അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്നെയായിരുന്നു, അത് ചെയ്യാമായിരുന്നു. കഴിഞ്ഞില്ലേ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഹജ്ജ് കഴിഞ്ഞിട്ടാ പറയുന്നത്. നിങ്ങളുടെ ഭാര്യയോട് പറയണം, ആ പെണ്ണ് നബി തങ്ങളോട് സലാം കൊടുത്തയച്ചിരുന്നു. പുണ്യ നബി തങ്ങൾ ഭർത്താവിനോട് പറഞ്ഞു, നബിയോട് പുണ്യ നബിയോട് എന്റെ സലാം പറയണേ. അങ്ങനെ നബി തങ്ങൾ അവർക്ക് മറുപടിയും കൊടുത്തു, ആ മഹദിക്ക് എന്റെ സലാം കൊടുക്കണേ. പുണ്യ റസൂലുള്ളാഹി തങ്ങൾ അവരോട് സലാം കൊടുത്തയച്ചു. അസ്സലാമു അലൈക്കും എന്ന് എന്റെ സലാം നിന്റെ ഭാര്യയോട് നീ ചെന്നിട്ട് പറ. എന്നിട്ട് അവളോട് പറയണേ, ഉംറത്തുൻ ഫീ റമളാൻ തഅദിലു ഹജ്ജതൻ മഈ, ഉംറ റമളാനിൽ ചെയ്യുന്ന ഒരു ഉംറ എന്റെ കൂടെ ചെയ്യുന്ന ഒരു ഹജ്ജിന്റെ കൂലിയാണ്, അതിന്റെ പ്രതിഫലമാണ്. യാ അല്ലാഹ്, റമളാനിൽ സാധിക്കുകയാണെങ്കിൽ പരിശ്രമിക്കുക, സാധിക്കുമെങ്കിലും മതി. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹറമൈനുകളിൽ ചെന്ന് ഇബാദത്ത് ചെയ്യുന്നതിന്റെ കൂലി, ഒരു നിസ്കാരത്തിന് 1,00,000 മക്കയിൽ, 1000 മദീനയിൽ, 500 മസ്ജിദുൽ അഖ്സയിൽ, പിന്നെ ശ്രേഷ്ഠമായ അടുത്ത പള്ളി മസ്ജിദ് ഖുബയാണ്. അൽ മസാജിദുൽ അർബഅ എന്ന് പറയും. മൻ സല്ലല്ലാ ഫിൽ മസാജിദിൽ അർബഅതി ഗുഫിറ ലഹ്, അങ്ങനെ ഹദീസുണ്ട്. 4 പള്ളികളിൽ പോയി നിസ്കരിച്ചാൽ, ഏതാ 4? ഒന്ന് മക്കയിലെ അൽ മസ്ജിദുൽ ഹറാം. ഹറാം എന്ന് പറഞ്ഞാൽ 2 അർത്ഥമുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഒന്ന് പാടില്ല എന്ന്, ഹറാം എന്ന് പറഞ്ഞാൽ പവിത്രമായത് എന്ന് അർത്ഥമുണ്ട്, ഹോളി, റെസ്പെക്റ്റഡ്. സാങ്ച്വറിക്കൊക്കെ ഹറാം എന്ന് പറയും. ആ അർത്ഥത്തിൽ അൽ മസ്ജിദുൽ ഹറാം, പരിശുദ്ധ പള്ളി എന്നതിനർത്ഥം, ഹറാമായ പള്ളി എന്നല്ല. അൽ മസ്ജിദുൽ ഹറാം, പരിശുദ്ധമായ പള്ളി. മക്കയിലെ പരിശുദ്ധമായ കഅബയ്ക്കും കഅബയും ചുറ്റുമുള്ള പള്ളിക്കാണ് അൽ മസ്ജിദുൽ ഹറാം, കഅബയ്ക്ക് ചുറ്റുമുള്ള പള്ളി, മത്താഫ് അടക്കം. ആ പള്ളി എന്ന മറ്റൊന്ന് മസ്ജിദ് അൽ മസ്ജിദുൻ നബവി, പുണ്യനബി അന്ത്യവിശ്രമം കൊള്ളുന്ന മസ്ജിദ്. 3-ാമത്തേത് അൽ മസ്ജിദുൽ അഖ്സ, 4-ാമത്തേത് മസ്ജിദ് ഖുബാ. ഈ 4 പള്ളിയിലും നിസ്കരിച്ചാൽ അല്ലാഹു പുറത്തു തരുമെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പറ്റുമെങ്കിൽ ചെയ്യാം, പരിശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. وهو الذي جعل الليل والنهار خلفة لمن أراد أن يذكر أو أراد شكورا. യുദ്ധം നഷ്ടമായപ്പോൾ അനസ് ഇബ്നു നളർ റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് വന്ന് സങ്കടം ബോധിപ്പിക്കുകയാണ്, നഷ്ടപ്പെട്ടു പോയതിനെ വീണ്ടെടുക്കാൻ. ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അനസ് റളിയല്ലാഹു അൻഹു തന്നെ. പറയുന്നത്, റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹാബി അനസ് ഇബ്നു മാലിക്. കഥാപുരുഷനാരാ? അനസ് ഇബ്നു നളർ റളിയല്ലാഹു അൻഹുമാ, റളിയല്ലാഹു പറയാൻ മറക്കല്ലേ, റളിയല്ലാഹു അൻഹു. അനസ് ഇബ്നു നളർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് വന്ന് പറയുന്നു, യാ റസൂലല്ലാഹ് ഗിബ്തു അൻ അവ്വലി ഖിതാലിൻ ഖാതൽതൽ മുശ്രികീൻ, മുശ്രികീങ്ങളുമായി നടന്ന ആദ്യത്തെ ആ ഒരു സംഘട്ടനത്തിൽ ബദറിൽ എനിക്ക് കൂടാൻ കഴിഞ്ഞില്ല നബിയേ. ലഇൻ അഷ്ഹദനി അല്ലാഹ് ഖിതാലൽ മുശ്രികീൻ ലയറയന്നല്ലാഹു മാ അസ്ന. അതൊരു ആൺകുട്ടിയുടെ വാക്കാ, അതൊരു വല്ലാത്ത വാക്കാണത്. നബിയേ, ബദർ കഴിഞ്ഞു പോയി, എനിക്കതിന് സാധ്യമായില്ല. ഉസ്മാൻ തങ്ങൾക്ക് ബദർ യുദ്ധത്തിൽ കൂടാൻ പറ്റിയില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബദ്രി എന്ന് പറയുന്നവരിൽ തങ്ങൾ അതിന്റെ മഹത്വം കൊടുത്തിട്ടുണ്ട് അവർക്ക്. പക്ഷെ ബദറിൽ വന്നില്ല. റുഖയ്യ ബീവിക്ക് സുഖല്ലായിരുന്നു. ബീവിയെ, ഭാര്യയെ പരിചരിക്കാൻ വേണ്ടി വിട്ടു നിന്നതാ തങ്ങളുടെ മോളെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഉസ്മാൻ തങ്ങൾക്ക് ബദറിൽ വരാൻ പറ്റിയിട്ടില്ല, പക്ഷെ ഉഹുദിലേക്ക് എത്തി. അനസ് ഇബ്നു നളർ തങ്ങൾ പറയുന്നു, റസൂലേ, ഇനി എങ്ങാനും ഒരവസരം ഉണ്ടാവുകയാണെങ്കിൽ, എന്താ ബദർ 313 ആളുകൾ, 1000-ഓളം വരുന്ന ശത്രുക്കളുമായി നടന്ന സംഘട്ടനം. യുദ്ധം യുദ്ധം എന്നൊക്കെ പറഞ്ഞ് ഇസ്ലാമിനെ ഇങ്ങനെ പറയുമ്പോഴേ, 1-ാം ലോക മഹായുദ്ധത്തിൽ എത്ര ആൾ മരിച്ചു എന്ന് എണ്ണണ നല്ലതാ.
രണ്ടാം ലോക ഉക്രൈൻ യുദ്ധത്തിൽ എത്ര ആയിരം മരിച്ചു? ഇറാഖിൽ, ഗൾഫ് വാറിൽ, റിനൈസൻസ് നടക്കുമ്പോഴേ, ഫ്രഞ്ച് വിപ്ലവം നടക്കുമ്പോഴേ, അമേരിക്കയിലെ വിപ്ലവങ്ങൾ നടക്കുമ്പോഴേ, ചാൾസും എംഗൽസും ലെനിനും അടക്കം കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരുടെ വലിയ വലിയ കൂട്ടക്കൊലകൾ റഷ്യയിൽ നടന്നപ്പോഴൊക്കെ എത്ര ആള് മരിച്ചു? മില്യണിലെ കണക്ക് പറയാം. മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം അല്ലേ? മില്യൺ, 20 മില്യൺ, 21 മില്യൺ, 50 മില്യൺ ഇങ്ങനെയൊക്കെ മരിച്ചു. ഇവരാ മേക്കിട്ട് കയറാൻ വരുന്നത്. ഇസ്ലാമിൽ യുദ്ധമാണ്. ബദ്റിലും ഉഹദിലും ഖന്തക്കിലും ഹുനൈനിലും 40 യുദ്ധങ്ങൾ ചെറുതും വലുതും ഹബീബിന്റെ കാലത്ത്. മുശ്രിക്കീങ്ങളിലും മുസ്ലിമീങ്ങളിലുമായി മരിച്ചത് ആകെ 1200 അന്ന് മക്കയിലെ പോപ്പുലേഷൻ 60,000. ഇവരെ ഇസ്ലാമിൽ യുദ്ധം എന്ന് പറഞ്ഞു. ഇതിന് യുദ്ധം എന്ന് പേര് ആരോ ഇട്ടുപോയതാ. ഇത് യുദ്ധം എന്നൊന്നും ഇതൊക്കെ ഒരു സംഘടന എന്നേ പറയാൻ പറ്റുള്ളൂ. മില്യൺ കണക്കിന് ആളുകളാ കൊല്ലപ്പെടുന്നത്. എന്നിട്ട് അവരെ ഇസ്ലാമിൽ യുദ്ധം എന്ന് പറഞ്ഞു വരുന്നത്. നിങ്ങൾ പോയി മിണ്ടാണ്ടിരുന്നോളൂ. നിങ്ങളുടെ ഏരിയ നിങ്ങൾ കറക്റ്റ് ചെയ്തിട്ട് വാ. ഒന്നാം ലോക മഹായുദ്ധത്തിൽ എത്ര പേർക്ക് ജീവൻ നഷ്ടമായി? ഹിരോഷിമയിലും നാഗസാക്കിയിലും ഒക്കെ പഠിച്ചിട്ട് വന്നാൽ മതി. ഇസ്ലാമിന്റെ മേത്ത് മെക്കിടാൻ 1200-ൽ താഴെയാ മുസ്ലിമീങ്ങളും അല്ലാത്തവരും തമ്മിൽ 2 കൂട്ടരും ഒരുമിച്ചെടുത്ത കണക്ക് അത്രയേ ഉള്ളൂ. ബദർ, ഉഹദ്, ഖന്തക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ പറയും? ഇസ്ലാം യുദ്ധ. ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നതിനെ പ്രതിരോധിക്കല്ലേ ചെയ്ത്. ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ദുലിമു. Those who are being fought have been given permission to fight back. യുദ്ധം അനുവദിക്കപ്പെട്ടു എന്നതിന്റെ ആയത്തിന്റെ അർത്ഥം ഇതാണ്. ഇങ്ങോട്ട് യുദ്ധം ചെയ്യപ്പെട്ടവർക്ക് അല്ലാഹ് അനുമതി നൽകിയിരിക്കുന്നു പ്രതിരോധിക്കാൻ. എന്നിട്ടാ ബദർ ഉണ്ടായത്. അതിനർത്ഥം എന്താ? ഇങ്ങോട്ട് അടി നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. 13 കൊല്ലടിച്ചിട്ടുണ്ട്, തിരിച്ചു കൊടുത്തിട്ടില്ല. മക്കയിൽ നിന്ന് മദീനത്തേക്ക് ഹിജറ ചെയ്തു വന്നു. റമദാനിൽ ബദരീങ്ങൾ ആണ്ടുവരും. നമ്മൾ ബദർ കിസ്സ പാട്ടുകൾ പാടി ബദർ ഇങ്ങനെ ആനന്ദിച്ച് ആസ്വദിക്കലാണ്. ശരിക്ക് ബദർ കേട്ടാൽ കരയേണ്ടതാണ്. കാരണം അത് സ്വഹാബത്തിന്റെ ത്യാഗമാണതില്. ഞാനൊന്നും ചെയ്തില്ലല്ലോ റബ്ബേ എന്ന് സങ്കടപ്പെടേണ്ട നേരമാണത്. ഇങ്ങോട്ട് 13 കൊല്ലം. കുഫു ഐദീകും വഅഖീമുസ് സ്വലാ. Hold on to your hands and perform your prayer. ഇത്രയുള്ളൂ. ആത്മസംയമനം, നിസ്കരിക്കുക, ഇത്രയേ പാടുള്ളൂ. തിരിച്ച് മറുപടി കൊടുക്കാൻ പാടില്ല, പ്രതിരോധം പാടില്ലായിരുന്നു. 13 കൊല്ലം മദീനയിൽ വന്നു. ആ മദീനത്തേക്ക് ശത്രുക്കൾ ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വന്നു. അതല്ലേ ബദർ എന്ന് പറഞ്ഞാൽ? എവിടെ ബദർ? മക്കത്തിന്റെ അടുത്തോ മദീനത്തിന്റെ അടുത്തോ? മദീനത്തിന്റെ അടുത്ത സ്ഥലമാണത്. ആ യുദ്ധത്തിന്റെ പേര് വന്നത് മദീനയുടെ അടുത്ത ബദർ. അതിനർത്ഥം എന്താ? ശത്രുക്കൾ മദീനത്തേക്ക് വന്നതാ. മുസ്ലിങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ മക്കയുടെ അടുത്തുള്ള സ്ഥലത്തിന്റെ പേരിൽ യുദ്ധം അറിയപ്പെടുക. ഉഹദ് മദീന സിറ്റിയുടെ ഭാഗമാണ് ഇന്ന് ഉഹദ്. അതിനർത്ഥം എന്താ? മുസ്ലിമീങ്ങൾ അങ്ങോട്ട് പോയതാണോ അല്ല ഇങ്ങോട്ട് വന്നതോ? ആ പേര് കേട്ടാ തന്നെ മനസ്സിലാവൂലേ? മുസ്ലിമീങ്ങളോട് ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വന്നതാ. ഉഹദ്, ഖന്തക്ക് ഇതൊക്കെ മദീനയുടെ സ്ഥലങ്ങളാണ്. പ്രതിരോധം ചെയ്തിട്ടുണ്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹുനൈനും തബൂക്കും അതാണ്. ആകെ കൊല്ലപ്പെട്ടത് 1200 ശത്രുക്കളും മുസ്ലിങ്ങളും അടക്കം ഒരുമിച്ച്. ബനൂ ഖുറൈലയുടെ 600 ആളുകളുടെ ഒരു വിഷയമുണ്ട്. അത് ആ യുദ്ധത്തിൽ നടന്നതല്ലത്. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ തീരുമാനം ഞങ്ങൾ അംഗീകരിച്ചു എന്ന് അന്നത്തെ പിടിക്കപ്പെട്ട ആളുകൾ ജൂതന്മാര് പറഞ്ഞപ്പോ സഅദ് തങ്ങൾ കൊടുത്ത ഫത്വയാണ്. അഹ്കുമു ഫീഹിം ബികിതാബില്ലാഹ് അൻ യുഖ്തല മുഖാതിലുഹും വയുസ്ബാ സുബിയാനുഹും വനിസ്വാനുഹും. അങ്ങനെ 600 ആളുകൾ ഖൈബറിലുണ്ട്. അത് യുദ്ധത്തിലല്ല, 1200-ൽ താഴെയാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അനസ് ഇബ്നു നദർ, യാ റസൂലല്ലാഹ് ലഇൻ അഷ്ഹദനി അല്ലാഹു ഖിതാലൽ മുശ്രികീൻ ലയറയന്നല്ലാഹു മാ അസ്ന. ഇനി എങ്ങാനും ഒരു അവസരം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ എന്താണ് ചെയ്യുകയെന്ന് അള്ളാഹുവിന് കാണാം നബിയേ. ഞാനൊരു അവസരം കാത്തിരിക്കുകയാണ്. ബദറോ പോയി, എന്നെ കൊണ്ട് പറ്റിയില്ല നബിയേ. ഇനിയൊരു അവസരം എനിക്ക് നഷ്ടമാവില്ല. കഴിഞ്ഞ റമദാനുകൾ നഷ്ടമായി, ഈ വരുന്ന റമദാൻ ഇനി എനിക്ക് നഷ്ടമാവില്ല. ലയറയന്നല്ലാഹു മാ അസ്ന. ഞാൻ ചെയ്യുന്ന അമൽ അള്ളാഹ്ക്ക് കാണാൻ കഴിയും. മനസ്സുകൊണ്ട് പറയും. നമ്മള് അനസുബിന് നെതറന്നവര് പറയുമ്പോഴേ നമ്മുടെ ജീവിതവുമായി അതിനെ ബന്ധിപ്പിക്കും. ഒരു ബദർ നഷ്ടപ്പെട്ടതിന്റെ സങ്കടമാണ് പറയുന്നത്. നമുക്ക് എത്ര റമദാനുകൾ അനാവശ്യമായ ചർച്ചകൾക്കും വാട്സപ്പിലും ഫേസ്ബുക്കിലും ഓരോരുത്തർ എഴുതിവിടുന്ന വാറോലകളും വായിച്ച് ഗീബത്തും നമീമത്തും വായിച്ച് മറുപടിയും പറഞ്ഞ് ഇടങ്ങേറായി എത്ര നല്ല സമയങ്ങൾ ഖുർആൻ ഓതേണ്ടത് നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഈ കൊല്ലം അള്ളാഹ്ക്ക് കാണാൻ കഴിയും ഞങ്ങൾ എന്ത് നന്മയാണെന്ന് ചെയ്യാൻ പോകുന്നത്. അള്ളാഹ്ക്ക് തീർച്ചയായും ഇപ്രാവശ്യം ഞാൻ ചെയ്തിരിക്കും എന്ന് അള്ളാഹുവിനോട് നമ്മൾ പറയും. അനസ് ഇബ്നു നദർ എന്നിവർ പറയാ. മഹാനവറുകൾ അത് പറഞ്ഞു.
യുദ്ധം നടന്നപ്പോൾ സ്വഹാബിമാര് ചിന്നിച്ചിതറിയോടി അവസാനത്തെ നേരം, ഉഹദിന്റെ അവസാനത്തെ സമയം സ്വഹാബിമാർ പോലും പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഓടിക്കളഞ്ഞപ്പോ മഹാനായ അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു യുദ്ധത്തിലേക്ക് ഓടി വരുന്നുണ്ട്. യുദ്ധക്കളത്തുന്ന ആളുകൾ ഓടി പുറത്തേക്ക് പോകുമ്പോ അനസ് ഇബ്നു നദർ എന്നവർ യുദ്ധത്തിലേക്ക് ഇങ്ങോട്ട് വരാൻ, അല്ലാഹുമ്മ ഇന്നി അഅ്തദിറു ഇലൈക മിമ്മാ സ്വനഅ ഹൗലാ അൽ മുസ്ലിമീൻ. അല്ലാഹുവേ, ഈ മുസ്ലിമീങ്ങൾ ചെയ്യുന്ന ഈ കാര്യം പടച്ചവനെ നീ എന്നെ കുറ്റം പറയല്ലേ, ഞാൻ ഇതിന് ഉത്തരവാദിയല്ല റബ്ബേ. ഇവർ ഓടാൻ പാടില്ലായിരുന്നു, പിടിച്ചു നിൽക്കേണ്ടവരാ, അവർ ഓടാൻ. പടച്ചവനെ നീ എന്നെ അതിന് അക്കൗണ്ടബിൾ ആക്കല്ലേ റബ്ബേ, അതിന് എന്നെ ഉത്തരവാദിയാക്കല്ലേ റബ്ബേ, ഞാൻ നിന്നോട് ഉദ്ർ പറയാൻ. അല്ലാഹുമ്മ ഇന്നി അബ്റഉ ഇലൈക മിമ്മാ സ്വനഅ ഹൗലാ അൽ മുശ്രിക്കീൻ. മുശ്രിക്കീങ്ങളായ ആളുകളെ പുണ്യനബി തങ്ങളുടെ മേക്കെട്ട് കയറാൻ വന്നപ്പോഴേ, അള്ളാഹുവിന്റെ ഹബീബിനെ കൊല്ലണം എന്ന ലക്ഷ്യത്തോടുകൂടെ വരുമ്പോഴേ, അള്ളാഹുവേ ഈ ഒരു യജ്ഞത്തിൽ ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യും, അവര് ചെയ്തതിന് റബ്ബേ ഞങ്ങൾ ഉത്തരവാദികളല്ലോ. അള്ളാഹുവേ, മുശ്രിക്കീങ്ങൾ ചെയ്ത ആ നിലപാടിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ് മഹാനായ അനസ് ഇബ്നു നദർ എന്നവർ യുദ്ധത്തിലേക്ക് ഓടുകയാണ്. അപ്പണ്ട് യുദ്ധത്തിൽ നിന്ന് ഇങ്ങോട്ടൊരാൾ ഓടി വരുന്നു, അത് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ആണ്. അനസേ എങ്ങോട്ടാ? മാറി നിൽക്കിൻ സഅദേ, മാറി നിൽക്കിൻ. ഇലൈക അന്നി യാ സഅദ്, സഅദേ മാറി നിൽക്കിൻ. ഇന്നി ലഅജിദു വറബ്ബി നദുരിൻ ഇന്നി ലഅജിദു റീഹൽ ജന്നതി മിൻ സൗബി ഉഹുദിൻ. ഉഹദ് മലയുടെ ഭാഗത്ത് നിന്ന് സ്വർഗ്ഗത്തിന്റെ മണം എനിക്ക് വരുന്നുണ്ട്. നിങ്ങൾ ഓടിക്കോ, ഞാൻ സ്വർഗത്തിലേക്കാണ് ഓടുന്നത്, നിങ്ങൾ സ്വർഗത്തിൽ നിന്നോടുകയാണോ സഅദേ? ഇലൈക അന്നി, വർത്തമാനം പറയാൻ നേരമില്ല, മാറി നിൽക്കിൻ. ഇലൈക അന്നി യാ സഅദ് ഇന്നി ലഅജിദു റീഹൽ ജന്നതി മിൻ സൗബി ഉഹുദ്. ഉഹുദിന്റെ ഭാഗത്ത് നിന്ന് സ്വർഗ്ഗത്തിന്റെ പരിമളം എനിക്ക് വരുന്നുണ്ട് എന്ന് മഹാനായ അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു ചെന്നിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ഫവജദ ബിഹി ഫവജിദ ബിഹി ബിദ്അൻ വ80 ദർബ. 80ഓളം മുറിവുകൾ അദ്ദേഹത്തിന്റെ ദേഹത്തുണ്ടായിരുന്നു. 80 മുറിവ്. 80 ബ്ലേഡ് കൊണ്ട് മുറിച്ചാൽ 80 ആവണമെങ്കിൽ എത്ര സ്ഥലം വേണം? ബ്ലേഡ് കൊണ്ട് ഒരു മാർക്ക് വന്നു 80. ഇത് യുദ്ധമാണ്. യുദ്ധത്തിൽ 80ഓളം മുറിവ് വന്നിട്ട് ശരീരമാസകലം പഞ്ഞിയായി പരുത്തിയായി കിടക്കുമ്പോഴേ മഹാനവറുകളുടെ പെങ്ങൾക്ക് മാത്രമാണ് വിരലിന്റെ ഒരറ്റം കണ്ടപ്പോൾ പറഞ്ഞു, ഇതെന്റെ സഹോദരനാണ്. വിരൽ കണ്ടപ്പോഴാണ് മനസ്സിലായത്, ഒരു വിരലിന്റെ ഒരറ്റം മാത്രം മുറിഞ്ഞിട്ടില്ല. 80ഓളം മുറിവുകൾ ദേഹത്തുണ്ട്. അങ്ങനെ അല്ലാഹുവിന്